വരാറുണ്ടോ? ശബ്ദമൊക്കെ വരാറുണ്ടോ? അല്ല, വീഡിയോയിൽ കാണുമ്പോൾ പഞ്ഞി കിട്ടുന്നതാ കാണുന്നത്. റിയലിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്. അത് സ്ട്രേറ്റ് ആൾക്കാർ കാണുമ്പോഴും പറയാറുണ്ട്, വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നേരിട്ട് കാണുമ്പോൾ കൊച്ചു കൊച്ചാണ്. എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അത് ഒരു ടേക്കിലൊക്കെ. ഉമ്മയോട് എനിക്ക് പ്രധാനമായിട്ട് കേൾക്കേണ്ട മകനെ അവിടെ നിർത്തട്ടെ, മരുമോളുടെ അഭിനയത്തെ കുറിച്ച് പറ. അവള് എങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞാലും അവൾ അഭിനയിക്കും. ചിലർ ഇപ്പോഴും പിന്നെ നമ്മള് റീല് കണ്ടിട്ട് റീലാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആമിക്ക് സുഖമില്ലാത്തതാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലരൊക്കെ ചെല്ലുമ്പം ആദ്യം നോക്കുന്നത് എന്താന്ന് പറയാം, നോക്കട്ടെ ഒന്ന് അടിപൊളി എന്റെ അടുത്ത് വന്നിട്ട് രഹസ്യം പോലെ ചോദിക്കും, നോർമൽ അല്ലേ? അല്ല, ഞാൻ വിചാരിച്ച എന്താന്ന് അറിയും, സുഖമില്ലാത്ത ടെറർ ആയിട്ടുള്ള ഒരു വൈഫായിരുന്നു. സത്യം പറഞ്ഞ ഒരു മന്ദബുദ്ധി കൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അതിന്റെ ഇടികളൊക്കെ കൊള്ളുന്ന ഒരാള്, ആ ഒരു രീതിയിലായിരുന്നു അത് ചിത്രീകരിച്ച് വെച്ചത്. അത് ചോദിക്കും, പുറത്തു പോകുമ്പോഴും ചോദിക്കും, ഇന്ന് പഞ്ഞിക്കൊന്നും ഇട്ടില്ലേ. കുറച്ചു മുമ്പ് പറയാനോട് ഫേസ്ബുക്ക് ഒക്കെ അമ്മാവന്മാരുടെ ഇടപാട്, അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള യൂത്തിനെ അപമാനിക്കുന്നത്. എന്റെ കൂടെ ഉള്ളത് അജാസും ആമിനയുമാണ്. അങ്ങനെ തന്നെ. അല്ല, പേരിൽ എന്തെങ്കിലും മാറ്റം? അല്ല, അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല. അജു അമ്മി എന്ന് പറഞ്ഞാല് അറിയത്തില്ല. അപ്പൊ നിങ്ങളോട് വന്നപ്പോഴും ഞാൻ പേര് ചോദിച്ചു, അജാസ് ആമിന എന്ന് പറഞ്ഞു. അപ്പൊ എന്തോ പറയുന്ന കേട്ടില്ല, അജാസിന് ഒരു ഗുമ്മില്ലാത്തോണ്ട്. അല്ല, ഒറിജിനൽ നെയിം ഹാജ. പിന്നെ അജാസ് എന്നാണ് വീട്ടിൽ എല്ലാരും വിളിക്കാറ്. പിന്നെ കല്യാണത്തിന് ശേഷം ഷോർട്ടാക്കി അജു 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 വിളിച്ച് പിന്നെ അടങ്ങായി. ഇപ്പൊ ആനയുള്ളോ? ഇല്ല വിളിക്കാറായിട്ടില്ല. വരാറുണ്ടോ? ശബ്ദമൊക്കെ വരാറുണ്ടോ? അല്ല, വീഡിയോയിൽ കാണുമ്പോൾ പഞ്ഞി കിട്ടുന്നതാ കാണുന്നത്. റിയലിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഇല്ലേ, നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട്. ഇവരുടെ വീഡിയോയിലെ ഉമ്മ പേരെങ്ങനെയാ? പേര് ലൈല. 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 ഇവർക്കൊരു മോനുണ്ട്, പേരെങ്ങനെയാ? പേര് ആമിൽ അർഷ്. ആമിൽ അർഷ്. ആമിൽ അർഷ്. അർഷി ഭയങ്കര ബഹളം വെച്ചപ്പോ പിടിച്ചോണ്ട് വന്നതാ. ഹായ് സ്പൈഡർമാൻ. ഹായ് ഹായ്. ഇല്ല, അവൻ ഞങ്ങള് മാത്രം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആക്റ്റീവ് ആയിരിക്കും. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ സൈലന്റ്. സമയം എടുക്കും. മറ്റേ ക്യാമറ വെച്ചാൽ എങ്ങനെയാ? ക്യാമറ വെച്ചാൽ ആദ്യം പ്രശ്നമായിരുന്നു, ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, അറിയാം. ഓക്കെ. അപ്പൊ എന്താണേലും 3-4 പേർക്ക് മൂവി വേൾഡിലേക്ക് സ്വാഗതം. ഉമ്മ, ഞാൻ ഇവരുടെ പേരൊക്കെ ചോദിച്ചപ്പോ ഭയങ്കര ചമ്മി, ഇങ്ങനെ നാടൊക്കെ കുടുങ്ങിയിരിക്കും. എന്നോട് എന്റെ ശരത്തേട്ടൻ പറഞ്ഞല്ലോ, എന്താ പ്രശ്നം? അത് മെയിനായിട്ട് ഇരുന്നിട്ടില്ലല്ലോ. ഇല്ല, അയ്യോ ഇരുന്നിട്ടില്ല. എന്റെ പൊന്നെ, വീഡിയോയിലേക്ക് പെർഫോമൻസ് നമ്മൾ മാത്രമല്ലോ. ഉമ്മ തന്നെ നമ്മളെ വീഡിയോ കാണത്തില്ല, നമ്മള് കാണിച്ചു കൊടുത്താലേ കാണത്തുള്ളൂ. പക്ഷെ നമ്മള് മകൻ വിളിക്കുന്നോണ്ട് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. അത് പിന്നീട് കാണുന്നില്ല. എല്ലാരും പറയുന്ന ഒരു കാര്യം, ഈ വീഡിയോ എടുക്കുന്നവരെല്ലാം പറഞ്ഞ ഞങ്ങള് മാത്രം ആ സമയത്ത് അത് കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. കയ്യിൽ നിന്ന് പോയിട്ടാണല്ലോ ആൾക്കാർ കാണുന്നത്. ഉമ്മക്ക് ഇപ്പോഴും നാടൻ മാറിയിട്ടില്ല. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നു എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 2020 കൊറോണ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ആള് ഇപ്പം ഞാൻ നേരിട്ട് കണ്ടപ്പോഴേ വീഡിയോയിലൊക്കെ ചില ഡ്രസ്സിന്റെ ആണെന്ന് തോന്നുന്നു, ആൾക്ക് ഒരു തോന്നിച്ചിട്ടുണ്ട്. നല്ല ചേഞ്ച് ഉണ്ട്. അത് സ്ട്രേറ്റ് ആൾക്കാർ കാണുമ്പോഴും പറയാറുണ്ട്, വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നേരിട്ട് കാണുമ്പോ കൊച്ചു കൊച്ചാണ്. വീഡിയോയിൽ പ്രായം തോന്നിക്കുന്നല്ല, അതും പറയാറുണ്ട്. അതിന് നല്ല വണ്ണം തോന്നിക്കാറുണ്ട്, പ്രായം തോന്നിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ, സ്ട്രൈറ്റ് കാണുമ്പോ ഞാൻ DP 5-6 വട്ടം നോക്കി. പിന്നെ ഇടയ്ക്കൂടെ ഇപ്പം വണ്ണം കുറച്ചും കൂടി ഒതുങ്ങിയിട്ടുണ്ട്. കാരണം ഇതിനേക്കാൾ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കോസ്മെറ്റോളജി ക്ലാസ്സിന് പോകുന്നുണ്ട് പഠിക്കാൻ വേണ്ടി. അപ്പൊ അതിന് പോയതിനു ശേഷം ക്ലാസ്സിന് പോകുമ്പോ ക്ഷീണിക്കുമല്ലോ, ഒരു അലർജി പോലെ ഇടയ്ക്ക് വെച്ചൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കുറച്ച് ഡയറ്റ് ചെയ്ത് പിന്നെ അതും അതിന്റെ കൂടെ കൊണ്ട് കുറച്ചും കൂടി ഇടക്കാലം കൊണ്ടാണോ നിങ്ങളുടെ കൂടെ വീഡിയോ ചെയ്യുന്നത്? ആദ്യം തൊട്ടേ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ആക്ടിങ്ങിലേക്ക് സീരിയസ് ആയി എടുത്തത് ഇപ്പോഴായിരിക്കും. അല്ല, അങ്ങനെയല്ല. ആദ്യം നമ്മളെ വീഡിയോയിൽ നമ്മളെ സിസ്റ്ററിന്റെ 2 മക്കളുണ്ടായിരുന്നു വീഡിയോയിൽ. അവരെ വെച്ച് നമ്മളൊരു 150-150ഓളം വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവര് ചെയ്തപ്പോഴത്തേക്ക് ഇനി വേറെ ആരെങ്കിലും മാറ്റി പിടിക്കണമെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ അർഷുവിന് 1-2 വീഡിയോയിൽ കൊണ്ടുവരാൻ നോക്കി. പക്ഷെ അവൻ വന്നില്ല. വന്നിട്ടങ്ങ് പോയി. ഒരു വീഡിയോയിലും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലൊരു കോഴി ഉണ്ടായിരുന്നു. പിന്നെ ചിഞ്ചുവിനെ ആ കോഴിയെ വെച്ചൊരു കുറച്ചാളങ്ങ് ഓടിച്ചു. കുറെ മില്യനൊക്കെ ആ കോഴിയെ വെച്ചങ്ങ് കിട്ടി. ആ കോഴി ഔട്ടായപ്പോഴത്തേക്ക് അപ്പൊ നമ്മളിങ്ങനെ മാറ്റണല്ലോ. അപ്പൊ ഉമ്മാക്ക് ഇങ്ങനെ ആക്ട് ചെയ്യുന്നതിനുള്ള നമ്മള് വിളിച്ചാൽ വരും, അല്ലാതെ ഉമ്മാക്ക് അങ്ങനെ വീഡിയോയിൽ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ
ഉമ്മ വന്ന് ഇങ്ങനെ അതിനു മുന്നേ 1-2 വീഡിയോയിലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മിക്ക വീഡിയോയിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു ഉമ്മ ഇങ്ങനെ നമ്മളെ ഉമ്മ ഇങ്ങനെ കലിപ്പിച്ച് നോക്കുന്നത്. പിന്നെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അത് ഒരു ടേക്കിൽ ഓക്കെ ആണല്ലേ? ഉമ്മേനെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഉമ്മായി കൂട്ടത്തിൽ ഉമ്മനെ ഭയങ്കര ചുമന്ന് തുടുത്ത് ചിരിച്ചിട്ട് അത് ഉമ്മ എന്ത് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അത് അപ്പോഴേ അതേപോലെ തന്നെ ചെയ്യും. ഞാനേ ഉള്ളു 10 തൊട്ട് എടുക്കുന്നത്. 10 അല്ല, അതീ തോന്നി ഞാൻ പറയാ മതി ഈ അവസാനം വീഡിയോ. മറ്റേ ഒരു പടത്തിനകത്ത് പറയുന്നല്ലോ നീ ഇത് നന്നാക്കി ടേറ്റ് പോയെന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥയിലാണോ? അല്ല എനിക്കതറിയാം. ഉമ്മ ഒരു കഴിഞ്ഞോട്ട് ഈ ലേറ്റസ്റ്റ് വീഡിയോ ആണ് അത്. മറ്റേ ഉമ്മയുടെ എക്സ്പ്രഷൻ അതൊക്കെ ഒരു വെട്ടം എടുത്തിട്ട് അപ്പോഴേ ഓക്കെ ആക്കുക. ഞാൻ ഇങ്ങനെ നോക്കിട്ടേ ഞാൻ അഭിനയിക്കണേ അതൊരു 10 വട്ടം എടുക്കണം. ഉമ്മയുടെ പ്രത്യേകത അതാണ്. ഉമ്മ ഇപ്പം മകൻ പറഞ്ഞിട്ടാണ് ഉമ്മ വന്ന് അഭിനയിക്കുന്നത്. പക്ഷെ ഉമ്മയ്ക്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊക്കെ ഒരു കാലത്ത് ഇതൊന്നും നമുക്ക് പറ്റില്ലാത്തടത്തുനിന്ന് ഇന്ന് TV ആയി, സിനിമയായി, മൊബൈലായി, അതിൽ നിങ്ങൾ അഭിനയിക്കുന്ന അത് നമ്മള് സന്തോഷങ്ങളാണ്. സ്ത്രീകളുടെ പുരയിലിരിക്കുന്ന സ്ത്രീകളുടെ, അതായത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ സന്തോഷം. ഉമ്മ അതിനെ എങ്ങനെയാ കാണുന്നത്? പിന്നെ ഞാനിതില്ല മോനിങ്ങനെ ഇതൊക്കെ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറയും ഉമ്മായും കൂടെ വാ, ഉമ്മായും കൂടെ നില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരെ ഒരു ഇതിന് വേണ്ടി ഞാൻ നിൽക്കും. അല്ല മോനില്ലേ, അവരുടെ സന്തോഷം എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരുമെങ്കിൽ അവർ എത്തിച്ചേരട്ടെ എന്നും പറഞ്ഞ് തന്നെ ഞാൻ നിൽക്കുന്നത്. ഏതൊരുമ്മയും തള്ളമാരും മക്കളുടെ ഉയർച്ചയാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഞാനും അവരുടെ ഉയർച്ച തന്നെ ആഗ്രഹിക്കുക. അപ്പൊ ബാപ്പ മരണപ്പെട്ടു. അപ്പൊ ഇപ്പം ഒരു മകനേ ഉള്ളോ? അല്ല, 3 പേരുണ്ട്. 2 പെണ്ണും ഒരാളും. മൂത്ത ആളത് എനിക്ക് ഒരാള് പള്ളിമുക്കിലാ താമസിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലത്തെ കാണുന്നവർക്ക് പള്ളിമുക്ക് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. പക്ഷെ എറണാകുളത്തും എല്ലായിടത്തും പള്ളിമുക്ക് കാണും. എറണാകുളത്തും കാണും പള്ളിമുക്ക്. മിക്ക സ്ഥലത്തുള്ളൊരു പേര് പള്ളിമുക്ക്. അപ്പൊ ഉമ്മ വീട്ടുകാര് ആദ്യം ഉമ്മ അഭിനയിക്കാനൊക്കെ തുടങ്ങിയപ്പം ഇപ്പം അജാസ് പറഞ്ഞു അമ്മ അഭിനയിച്ചു, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്ത് പറഞ്ഞു? വെളിയിൽ ഇപ്പൊ ഞാൻ അങ്ങനെ കാല് ഇച്ചിരി മുട്ട് കംപ്ലൈന്റ്. ഞാൻ പുറത്തൊക്കെ ഇറങ്ങാൻ പറയാം മോനുമായിട്ട് കൊള്ളാം. പിന്നെ അനിയത്തിമാരെ മക്കളൊക്കെ കണ്ടിട്ട് അനിയത്തിമാരുടെ അടുത്തൊക്കെ പറയുമോ അനിയത്തിയേട്ടത്തി ഉണ്ടാ. ഉമ്മ അതില് ഉമ്മയോട് എനിക്ക് പ്രധാനമായിട്ട് കേൾക്കേണ്ട മകനെ അവിടെ നിർത്തട്ടെ, മരുമോളുടെ അഭിനയത്തെ കുറിച്ച് പറ. അവള് എങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞാലും അവൾ അഭിനയിക്കും. അമ്മ മിസ്റ്റർ ബീനെ കണ്ടിട്ടുണ്ടോ? ലേഡി മിസ്റ്റർ ബീൻ എന്നൊക്കെയാണല്ലോ വിളിക്കണേ. പിന്നെ ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്തോട്ട് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇവള് ഫുഡ് കഴിക്കുന്നതൊക്കെ അത് നേരിലാണ്. സത്യത്തിൽ അത് നേരില്ലല്ലോ, അവള് ഫുഡ് കുറച്ചേ കഴിക്കും. വീഡിയോക്ക് വേണ്ടിയാണ്. പക്ഷെ വീഡിയോയില് ഒരു മുട്ടയൊക്കെ എടുത്ത് മുട്ട കഴിക്കത്തില്ല. പക്ഷെ വീഡിയോക്ക് വേണ്ടി ഒരെണ്ണെടുത്ത് വായിലിട്ട് അപ്പോഴേ അയ്യോ ഞാൻ കഴിഞ്ഞ അപ്പൊ എനിക്ക് നിങ്ങൾ മൊബൈല് കാണുന്നു മുട്ട വിഴുങ്ങുന്ന ഞാനും ആലോചിച്ച ദൈവം ഇവിടെ മുട്ട വിഴുങ്ങാൻ പറ്റും. കാരണം അത് ചവച്ചരച്ചാ സൂക്ഷിച്ചില്ലെങ്കിൽ മുട്ട കഴിക്കത്തില്ല, പുഴുങ്ങിയ മുട്ട എനിക്ക് പക്ഷെ വീഡിയോയില് ഫുള്ള് അതങ്ങനെ ആക്ടേഴ്സ്, ഞങ്ങൾ ആക്ടേഴ്സ് അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. ഈ മറ്റേ ഭക്ഷണം കഴിക്കുന്നതിനെ ആൾക്കാർ അല്ല അങ്ങനെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവള് യഥാർത്ഥത്തിൽ ഫുഡ് കുറച്ചേ കഴിക്കുന്നത്. സത്യത്തില് അവള് അഭിനയിക്കാൻ അവൻ പറയുമ്പോ അവള് ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പം ഇതേണക്ക് അവര് ചോദിക്കും ഫുഡ് ഇത് തികയൂ എന്നൊക്കെ തമാശക്ക് ചോദിക്കും. ഏതാ കാരണം ഫുഡ് കഴിക്കുന്ന ആ വീഡിയോയില് കാണുന്ന. പക്ഷെ അവർക്ക് പിന്നീട് മനസ്സിലാവും ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് വീഡിയോയില്. ചിലര് ഇപ്പോഴും പിന്നെ നമ്മള് റീല് കണ്ടിട്ട് റീലാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആമിക്ക് സുഖമില്ലാത്തതാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലരൊക്കെ ചെല്ലുമ്പം ആദ്യം നോക്കുന്നത് എന്താന്ന് പറയാം, നോക്കട്ടെ എന്റെ അടുത്ത് വന്നിട്ട് രഹസ്യം പോലെ ചോദിക്കും സത്യം നോർമൽ അല്ലേ? അല്ല ഞാൻ വിചാരിച്ച എന്താന്നറിയും സുഖമില്ലാത്ത കുട്ടിയായിരിക്കും. അതുകൊണ്ട് ആൾക്കാർക്കുള്ള കുട്ടിയാണ് വീഡിയോക്ക് വേണ്ടി മാത്രം. അതാണ് പറഞ്ഞ ലേഡി മിസ്റ്റർ ബീന്റെ കുറെ അനുകരിക്കുന്നതിലെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മളെ കൈയാണെങ്കിലും മറ്റേ നടപ്പാണെങ്കിലും ചിന്തകളാണെങ്കിലും ഞാനും ഞെട്ടിപ്പോയിട്ടുണ്ട്. എനിക്കിപ്പോ അഭിനയിക്കാൻ പറയാനെ പോലും
നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ അയ്യോ പൊത്തോന്നൊക്കെ കാണിക്കാം. പക്ഷെ ഒരു ക്യാമറ വെക്കാൻ പറഞ്ഞാൽ നമ്മളെ. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് വേറൊരാള് നിന്ന അഭിനയം വരത്തില്ല. വേറൊരാള് നിന്ന് കഴിഞ്ഞാൽ റീൽസ് ഒക്കെ എടുക്കുവാണെങ്കിൽ പുറത്തുനിന്ന് ഈ റോഡ് കണ്ട നമ്മളിവിടെ നമ്മുടെ ആരുമില്ല, നമുക്ക് വേണ്ടിയുള്ള റോഡാണ്. കാരണം നമ്മള് ഫുള്ള് ഇടിയും മൊത്തം കച്ചറ മൊത്തം ഈ റോഡിൽ കിടന്ന നമ്മുടെ വീഡിയോയില്. അപ്പൊ നമുക്ക് പിന്നെ ഇടയ്ക്കൂടെ വല്ല ഒരു ബൈക്കോ എന്തെങ്കിലും പോയാലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും നമ്മളെല്ലാം വീഡിയോസും എടുക്കുന്നത്. പിന്നെ പുറത്ത് ആരെങ്കിലും ഒരാൾ നടന്നു വരുന്നുണ്ടാലും ആമി എപ്പോഴും സൈലന്റ് ആയിട്ട് നിൽക്കും. അവര് പോകുന്നവരെ വെയിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ എടുക്കത്തില്ല. അത് ഇവിടെ ആരും ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മൾ ഇത് എടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നത് ഇപ്പൊ പറഞ്ഞ കൊറോണ സമയത്താണ്, അതെങ്ങനെ ആരെങ്കിലും കണ്ടിട്ടാണോ അതോ അന്നൊന്ന് യൂട്യൂബ് ഉണ്ട് എന്നാലും ഈ ശരിക്കും റീൽസ് ആണ്, ഫേസ്ബുക്കും മറ്റുള്ളതിലാണ്, പിന്നീടാണ് യൂട്യൂബിന് ഒരു വരുമാനം കിട്ടുമെന്നൊക്കെ അറിഞ്ഞ ആളുകൾ വന്നു. നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ആമിക്ക് ഇങ്ങനെ ഒരു അഭിനയിക്കാൻ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ? അല്ല, നമ്മൾ ഇത് 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അതിന് മുന്നേ എനിക്ക് ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ വലിയ ചാനലൊന്നും അല്ല, ഒരു ചെറിയ ചാനലായിരുന്നു. അതിനുശേഷം കല്യാണത്തിന് ശേഷം നമ്മൾ കപ്പിൾ ചാനൽ ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ചു. ഇങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മൾ വ്ളോഗാണ് ചെയ്യുന്നത്. കല്യാണം കഴിച്ചാൽ കപ്പിൾ വ്ളോഗ് ചെയ്യാനാണോ? പിന്നെ അല്ല, അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പിന്നെ ഒരു 100ഓളം വീഡിയോകള് നമ്മൾ ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. 79, 80 അങ്ങനെ അത്രയും കണ്ട വ്ളോഗുകൾ അടുപ്പിച്ച് ഇങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അങ്ങ് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, രക്ഷയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷോർട്സ് യൂട്യൂബിൽ, ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്തിട്ട് ഷോർട്സ് ഒക്കെ ആക്റ്റീവായിട്ട് ഉണ്ട്, റീൽസ് ഒക്കെ വന്നത്. പിന്നെ ഷോർട്സിൽ ഇങ്ങനെ ചുമ്മാ വീഡിയോ ഇട്ട് തുടങ്ങിയതാ. എന്നിട്ടും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് നല്ലതുപോലെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് ഒരു പുറത്ത് ഒരു ഹിന്ദിയിൽ ഒരു പ്രാങ്ക് ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബോൾ അടിക്കുന്ന, ഇങ്ങനെ നിലത്തിട്ടിട്ട് ആരെങ്കിലും അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഷോട്ടിന് ബോൾ അടിക്കുന്ന പോലെ കാണിക്കും, പക്ഷെ അടിക്കൂല, അവര് പേടിക്കും. അപ്പൊ അത് നമ്മൾ എന്നാ ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് ചെയ്യാന്നും പറഞ്ഞ ആദ്യം ആ ഒരു വീഡിയോ ആണ് എടുത്ത് ഒരു ഫണ്ണായിട്ട് മേക്ക് ചെയ്തിട്ട് ചെയ്യുന്നത്. അത് ഇട്ടപ്പോൾ നമുക്ക് വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പക്ഷെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് മില്യൺ പോയപ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമായി. പിന്നീട് നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാൻ ചിന്തിക്കാനും അങ്ങനെ ഓരോ കണ്ടന്റ് എഴുതിയിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് കണ്ടന്റ് ഒക്കെ എഴുതിയൊക്കെയാണ് എഴുതി വെക്കും. നമ്മളങ്ങനെ മറന്നു പോകും. അപ്പൊ കിട്ടുമ്പോ ഉടനെ നമ്മളത് എവിടെയെങ്കിലും എന്തെങ്കിലും വോയിസ് മെസ്സേജ് ഇടും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടേക്കും. അങ്ങനെയല്ല, ഓരോ ഐറ്റം ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു 100 ഐറ്റം ഉണ്ടെങ്കിൽ 100 ഐറ്റം, ഒരു ആപ്പിള്, കാറ്, ലിപ്സ്റ്റിക്ക്, ഇങ്ങനെ TV. ഡയലോഗുകൾ കുറവാണല്ലോ നിങ്ങളുടെ ഷോർട്സിന്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം എഴുതിയിട്ടിട്ട് അത് വെച്ച് എന്ത് വീഡിയോ ചെയ്യാന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് അതിൽ പിടിച്ചങ്ങ് കയറും. എന്നിട്ട് അങ്ങനെ ചെയ്യും. അതാണ്. ഞാൻ നിങ്ങളുടെ വീഡിയോ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അഭിനയം ആണെങ്കിൽ കൂടിയും നമ്മൾ ആദ്യം ആലോചിക്കും, അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നത്. അതായത് ആദ്യം പറഞ്ഞില്ലേ ഇങ്ങനെ ആ ഒരു മാനറിസവും ഇങ്ങനെയൊക്കെ നോക്കുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറ്റും ആളുകൾക്ക്. അതും ഈ ഒരു എന്താ പറയാ, ഒരു ഇത്രയും കൊച്ചു പിള്ളേർക്ക് എങ്ങനെ പറ്റുന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷെ ആമി വെരി ടാലന്റഡ്, അത് പറയാതിരിക്കാൻ വയ്യ. ഉള്ളിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യകാലങ്ങളിൽ നമ്മള് വീഡിയോസ് ഒക്കെ അങ്ങനെ ആയിരുന്നു. ആമി ഭയങ്കര ഒരു ടെറർ ആയിട്ടുള്ള ഒരു വൈഫായിരുന്നു. സത്യം പറഞ്ഞ ഒരു മന്ദബുദ്ധി കൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അതിന്റെ ഇടികളൊക്കെ കൊള്ളുന്ന ഒരാള്, ആ ഒരു രീതിയിലായിരുന്നു അത് ചിത്രീകരിച്ച് വെച്ചത്. പിന്നീട് അത് ചോദിക്കും, പുറത്ത് പോകുമ്പോഴും ചോദിക്കും, ഇന്ന് പനിക്കൊന്നും ഇട്ടില്ലേ? ആദ്യമൊക്കെ പോകുമ്പോ ചോദിക്കും. എന്റെ അടുത്ത് ഫസ്റ്റ് ഇയറിന് ചോദിക്കും, ഉണ്ടോ അജോടെ ഉണ്ടോ പനിക്കൊന്നും? കമന്റ് വരാറില്ലേ, ഭർത്താവിനനുസരിക്കാത്ത പെണ്ണ് എന്താ? അന്നേരം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. അന്നേരം വീഡിയോ ചെയ്യാൻ നേരത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ്. ഇങ്ങനെയൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിലെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇങ്ങനെ വീഡിയോ ചെയ്യാവോ, ഇങ്ങനെ ഭർത്താവിന് ഇങ്ങനെ വീഡിയോക്ക് ആണെങ്കിൽ പോലും ഇങ്ങനെ അടിക്കാവോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്താന്ന് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നീട് നമ്മൾ ആ വീഡിയോ കുറച്ചാൾ ഓടിക്കഴിഞ്ഞപ്പോ എപ്പോഴോ ഒരു വീഡിയോയിലും കണ്ട ആമി ഇതാണെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് തിരിച്ചിങ്ങനെ നടന്നു പോകുന്ന ഒരു സീനില് ചാപ്ലിൻ നടന്നു പോകുന്ന പോലെ ഇങ്ങനെ നമുക്ക് തോന്നി. കമന്റിൽ ഒരുപാട് പേര്, മൊത്തം കമന്റ് അതായിരുന്നു അതിനകത്ത്. അപ്പം നമുക്ക് ഇത് ഇച്ചിരി ഓടി, ആ വീഡിയോ കുറച്ച് ഓടി, ഒരു 10-20 മില്യൺ ആയപ്പോഴത്തേക്ക് ആ വീഡിയോ പെട്ടെന്ന് ഓടി. അപ്പൊ ഇത് കൊള്ളാല്ല പരിപാടി. അപ്പൊ അത് പിടിക്കാൻ. പിന്നെ ചാപ്ലിന്റെ ഇടയിൽ ആമിക്ക് മിസ്റ്റർ ബീനെ ഇഷ്ടമാണ്, അതൊക്കെ ചെയ്യും. പിന്നെ അതിന്റെ ഇടയിൽ അതും കൂടെ കയറി വന്നപ്പോഴത്തേക്ക് കുറച്ച് നാൾ ഒരു അതങ്ങ് മിസ്റ്റർ ബീൻ ആക്കി. പിന്നെ കുറെ നാൾ ഇങ്ങനെ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഇടയിൽ മറ്റേ ക്യാബിലൈമിന്റെ എക്സ്പ്രഷൻ വന്നപ്പോ പിന്നെ കുറെ വീഡിയോയിൽ ഇങ്ങനെ വയ്യാത്തണക്കെ ഇങ്ങനെ അങ്ങനത്തെ കുറെ എക്സ്പ്രഷൻ അങ്ങനെയൊക്കെ അത് കുറച്ച് നാൾ ചെയ്ത്.
ഇപ്പം കുറച്ച് നോർമലിലോട്ട് വന്നു. ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിനകത്ത് ഉമ്മ ഉമ്മ എന്നെ നോക്ക ക്യാമറ അല്ല അഭിനയിക്കാൻ പറയുമ്പോ അങ്ങനെ ആണല്ലോ അപ്പോൾ അമ്മ ഇങ്ങോട്ടാണ് നോക്കേണ്ടത്, ഉമ്മ ക്യാമറയെ നോക്കാൻ പറയുന്നുണ്ട്, എല്ലാം അങ്ങോട്ടേ ഉമ്മ മകനെ ഇങ്ങനെ ഭംഗിക്കിട്ട പെൺകുട്ടി ഭയങ്കര പ്രശ്നമല്ലേ ഉമ്മ, മരുമകള് അല്ലേ? അത് ഉമ്മയോട് ഇങ്ങനെ ആരെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ആ ചോദ്യം വരെ എത്തിയില്ല. അപ്പൊ തന്നെ നിങ്ങള് അല്ല അങ്ങനെ എന്റെ അടുത്ത് ചില ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ ഇവരങ്ങ് പോകും, ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമല്ലേ, മരുമോള് മോനും ഉമ്മയൊക്കെ നല്ലോണം തന്നെ. ഞാൻ പറഞ്ഞു എന്താ കുഴപ്പം, പിന്നെ ഞാൻ പറഞ്ഞേ അത് വീഡിയോക്ക് വേണ്ടിയാട്ടാ, ഒറിജിനൽ അങ്ങനെയൊന്നും ഇല്ലേ ഞാൻ പറയും. പിന്നെ ഈ ഫുഡിന്റെ കാര്യം എന്റെ അടുത്ത് ചോദിക്കും, പേരിലാണ്. അയ്യോ ഇനിയിപ്പം ഉമ്മയ്ക്ക് കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോ 2 പ്ലക്കാർഡ് കൊടുക്കണം. ഒന്ന് എന്റെ മരുമകൾ, എന്റെ മകനെ ഇല്ല സന്തുഷ്ട കുടുംബം. ഫുഡ് കഴിക്കാറില്ല. ഞങ്ങൾ അങ്ങനെയല്ല, വീഡിയോ ഞങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാല് അതൊരു വിപ്ലവമാണ് അജാസെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മേനെയും ഭാര്യേനെയും നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെയൊക്കെ മറികടന്നല്ല, അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്കൊരു വരുമാനവുമാണ്, ഹാപ്പിനെസ് ആണ്. ഇതുപോലെ ഉമ്മയെ കാണുന്ന എത്രയോ ആളുകൾ കാണും, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, മറ്റുള്ള ഒരുപാട് പേർക്ക് ഇഷ്ടം ഉമ്മ. ഇപ്പൊ ഒരുപാട് ഏറ്റവും കൂടുതൽ കമന്റ് ഉമ്മ ഉള്ള വീഡിയോയിൽ മൊത്തം കമന്റ് ഉമ്മക്കായിരിക്കും. ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ ആമി ആരെങ്കിലും ടേക്ക് എടുത്ത് ഓക്കെ ആണെങ്കിൽ വിചാരിച്ചോണം വീഡിയോ കൊണ്ടുപോയി എന്നിട്ട് വരുമാനം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഈ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന പോലെ വലിയ വരുമാനമൊന്നും യൂട്യൂബിൽ നിന്ന് നമ്മൾ കിട്ടാറില്ല. കാരണം എനിക്ക് വേറെ ജോലി ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ ഇത് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇതിനകത്തോട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി കിട്ടും. അജാസ് പറഞ്ഞു ഞങ്ങൾക്ക് വരുമാനം ഒന്നും ഇല്ലെന്ന്. അപ്പം കേൾക്കുന്നവര് പിന്നെ 1 million ഒക്കെ ഉള്ള അവിടെയാണ് ആൾക്കാരുടെ പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത്. കാരണം ഒരുപാട് പേര് എന്തുവാ നോക്കുന്നത്, അവരെ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെ പിന്നെ റീൽസ് കണ്ടിട്ട് വിചാരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെയാന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പലരും ഇപ്പൊ ഒരുപാട് ഇഷ്യൂസ്, ഇപ്പം നമ്മൾ പേരെടുത്ത് പറയാനല്ലോ, ഒരുപാട് പേര് ഇഷ്യൂസ് ഇപ്പം യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ റിയൽ ലൈഫിൽ പലരെയും ലൈഫ് അങ്ങനെ അല്ല, റീൽസിൽ കാണുന്ന പോലെ അല്ല. ഒരുപാട് പേര് പക്ഷെ വിചാരിക്കുന്ന എന്താന്ന് പറയാം, ഈ റീൽസിൽ ഇവരെന്താണ് അതാണ് ഇവരുടെ ലൈഫ് അതാണെന്നാണ്. പുറത്തുള്ളവര് മാത്രമല്ല, നമ്മളെ ഫാമിലിയിലും അങ്ങനെ തന്നെയാ. നമ്മളിപ്പം കുടുംബക്കാരും ഇത് നമുക്ക് ഏതോ ഒരു ഭയങ്കരമായ വരുമാനം കിട്ടി നിങ്ങൾ കുമിഞ്ഞു കൂടി ഇവിടെ 5-6 ചാക്കരുണ്ട്. ഇടുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ ജോലി ചെയ്യുന്നിടത്തും അതേ കണക്ക് ഇഷ്യൂസ് വരും. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് രാവിലെ പോയി ജോലി ചെയ്തോണ്ടിരിക്കാൻ നേരത്ത് വെയിലത്തൊക്കെ ഇരുന്ന ജോലി, അതെന്നെ ഒരു സ്റ്റോളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയും, ഇയാള് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഒരാളല്ലേ, ഇയാൾ എന്തിനാ ഇവിടെ യൂട്യൂബേഴ്സ്? ഞാൻ പറഞ്ഞ 1 ലക്ഷങ്ങളും നമുക്ക് കിട്ടും. ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ക്രിയേറ്റേഴ്സ് തന്നെ. കാരണം എന്താ പറയാ, ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാറ് വാങ്ങി ഒരു 10,000 രൂപ സീസ് അടച്ചാൽ മതി. നമുക്ക് ഒരു യൂട്യൂബിൽ നിന്ന് ഒരു 20,000 രൂപ വരുമാനം കിട്ടിയാലും നമ്മളെ പുറത്തിറങ്ങിയ 10 പേർക്ക് തിരിച്ചറിയാം നമ്മൾ ഇനി പോകുന്നത് ഓട്ടോയിലോ ബൈക്കിലായിരിക്കരുത്, ഒരു കാറിൽ ചെന്നിറങ്ങണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മളൊരു കാറ് വാങ്ങും. ഇല്ലെങ്കിൽ നമുക്കൊരു യാത്ര ചെയ്യാം, ഫാമിലി ആയിട്ടൊന്ന് എല്ലായിടം പോകാനും സൗകര്യം കാറാണല്ലോ. നമ്മളൊരു കാറ് വാങ്ങി നമുക്ക്, അപ്പോൾ നമ്മളെ ചിന്ത എന്തായിരിക്കും, 20,000 രൂപ കിട്ടുന്നു യൂട്യൂബിൽ നിന്ന്, 10,000 രൂപ നമുക്ക് ഫിനാൻസ് അടയ്ക്കാം, നമുക്കൊരു കാറ് ആവുമല്ലോ. ആ ഒരു ചിന്തയിലായിരിക്കും തുടങ്ങുന്നത്. നമ്മളെ തമ്പനയിൽ എന്തായിരിക്കും, യൂട്യൂബ് വരുമാനം കൊണ്ട് 15 ലക്ഷം രൂപയുടെ കാറ് വാങ്ങി സ്വന്തമായി. അപ്പം കാണുന്നവരെന്താ വിചാരിക്കും, എടാ 2-3 മാസമേ അയാള് യൂട്യൂബിൽ ചെയ്യാൻ, അങ്ങനെ വിചാരിക്കും. അങ്ങനെ തുടക്കകാലങ്ങളിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് അജാസ് ആദ്യം പറയാ, എന്നോട് വന്ന് മറ്റേ ചോദിക്കത്തില്ല ലക്ഷങ്ങളുള്ള ആളാണ് മറ്റേ, അപ്പം മമ്മൂട്ടിയുടെ ഒരു പടത്തിനകത്ത് പറയല്ലേ വേദനിക്കുന്ന കോടീശ്വരൻ, പണിയെടുക്കുന്ന കോടീശ്വരനായിരുന്നു. 1 ലക്ഷങ്ങളും ഇല്ല. അത് കാണുന്നവർക്ക് ഒരുപാട് പേർക്ക് ഇപ്പൊ യൂട്യൂബിലോട്ട് ഒരുപാട് പേര് വരും, ഇപ്പൊ പുതിയതായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, അവരൊക്കെ ഈ ലക്ഷങ്ങൾ കണ്ടുകൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാതെ നമ്മൾ ചിലപ്പോഴേ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് പേയ്മെന്റ് എത്ര തരുമെന്നാണ്. അത് പേയ്മെന്റ് എത്രയെന്നുള്ളത് അവർ ചോദിക്കുന്നത് 2 ആണ്. അത് നമ്മൾക്ക് ഇത് ഓടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും കാശ് കിട്ടും. അതാണ് അവരെ ചിന്ത, മനസ്സിലായേ? നമുക്കറിയാലോ എത്ര വ്യൂസ് പോയാൽ എങ്ങനെ കിട്ടത്തോളൂ എന്നുള്ള കാര്യം. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക്
സത്യാവസ്ഥ അറിയാം. അല്ല പുറത്തു നിന്ന് കാണുന്നവർക്ക് ഇത് എന്തോ ഭയങ്കര ഒരു സംഭവമാണ്, എന്തോ ലക്ഷങ്ങളും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നാണ് യൂട്യൂബ് എന്ന് വിചാരിക്കുന്നത്. എങ്കിലല്ല, ഇത് ഈ ചെയ്യുന്നവർക്ക് അറിയാം എന്താ സംഭവം. അങ്ങനെ കിട്ടുന്നവരുണ്ട്, എല്ലാ മേഖലയിലും അങ്ങനെ കിട്ടുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് വളരെ ചുരുക്കം ചിലർക്കായിരിക്കും കിട്ടുന്നത്. പക്ഷെ എല്ലാ ക്രിയേറ്റേഴ്സിനും നിങ്ങൾ പറയുന്ന പോലെ ലക്ഷങ്ങളൊന്നും കിട്ടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒന്നുമില്ല. പിന്നെ നമ്മളെ ഒരു ജോലി പോലെ ഇതങ്ങ് ചെയ്തു പോകുന്നു. പിന്നെ ഒരു നിങ്ങളുടെ ഹാപ്പിനെസ് ഉണ്ട്. ഞാൻ ഞാനത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അജാസിന്റെ ഹാപ്പിനെസിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഹാപ്പിനെസ് ഇവരുടെ രണ്ടുപേരുടെയാണ്. കാരണം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്കിപ്പം അവരുടെ സന്തോഷം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പുറത്തറിയിക്കാൻ പറ്റും. അത് ഭയങ്കര വലിയ കാര്യമാണ്. ഇവരെ നിങ്ങളെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ചുറ്റുവട്ടത്ത് തന്നെ എത്ര സ്ത്രീകൾ കാണുമായിരിക്കും? അല്ല, ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? അവർക്ക് പറ്റുന്നില്ലായിരിക്കാം. അപ്പം പറ്റുന്ന ആളുകൾക്ക് അവസരം കിട്ടുന്നവർ അവർ മാക്സിമം അവർ സപ്പോർട്ട് കേട്ടോ. ഉമ്മയ്ക്കത് മനസ്സിലായി. എന്റെ ഉമ്മ അങ്ങനെ തന്നെ വിളിക്കേ. ഉമ്മയുടെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, നമ്മള് ശരിയാ, നമ്മളെ പോലെ ഒരുപാട് പേരും ആഗ്രഹിക്കാം നമ്മളും ഒക്കെ ഇങ്ങനെ ആയെങ്കിൽ എന്ന്. അകത്ത് ഇരുന്ന് ഇപ്പം അങ്ങനെ അകത്താരും ഇരിക്കുന്നില്ലല്ലോ, എല്ലാവർക്കും തൊഴിലുണ്ടല്ലോ. തുച്ഛമായവരൊക്കെ അല്ലേ ഇപ്പൊ അകത്ത് ഇരിക്കുന്നുള്ളു. ഒന്നില്ലെങ്കിൽ തൊഴിലുറപ്പില്ലെങ്കിലും ആളുകൾ പോകുന്നുണ്ട്, ആർക്കും തൊഴിലില്ലാത്തവരില്ല. അല്ല, പണ്ടത്തെ പോലെ അല്ല, ആളുകളുമായിട്ട് സമ്പർക്കം വരണം. പണ്ടുള്ളവരാണ് വീട്ടില് അടിഞ്ഞുകൂടി അകത്ത് ചൊതുങ്ങി കൂടുന്നത്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, എല്ലാരും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും അത് മാത്രല്ല, ഇപ്പൊ കമ്മ്യൂണിറ്റിന്ന് ഒരുപാട് മാറ്റമുണ്ട്. മുമ്പത്തെ പോലെ അല്ല, ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി എന്തോ ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇവരൊക്കെ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്റെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഇപ്പോഴും അങ്ങനെയൊക്കെ നോക്കിയിട്ട് പറയുന്നത്. ഒരു കാറ്റടിച്ച് ഷോൾ ഇവിടുന്ന് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് മുടി കണ്ടു കഴിഞ്ഞാൽ പറയാം ഇപ്പൊ ഷോൾ അങ്ങ് മാറ്റിയല്ലേ വീഡിയോയില്, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായി? അല്ല, സീരിയസ് ആയിട്ട് പറയുന്നവരുണ്ട് പുറമേ. ഞങ്ങളെ ഒരു അല്ല, അത് കണ്ടിട്ട് ആ കമന്റ് പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതിരുന്ന് കാണണം, എന്നിട്ട് അത് കമന്റ് പറയണം. ആ മനസ്സ് നിങ്ങൾ വേണമെന്ന് പറയുന്നത്. നമ്മളെ കമ്മ്യൂണിറ്റിയില് അതിനെ കുറിച്ച് കുറ്റം പറയല്ല. ഒരാള് നമ്മളെ വീഡിയോയിൽ ഇപ്പൊ ഇല്ല, ഒരു 2-3 മാസം മുന്നേ വരെ സ്ഥിരമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് നരകത്തില് ഭയങ്കരമായിട്ടുള്ള ശിക്ഷയായിരിക്കും കിട്ടുന്നത്. ഞാൻ പറഞ്ഞേ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന ശിക്ഷ നമ്മൾ വാങ്ങിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇത് കാണുന്നതും കുറ്റവാ. നിങ്ങളൊരു കാര്യം ചെയ്യും, വേറെ ഏതെങ്കിലും ചാനലിൽ പോയി കാണും. നമുക്കൊരാ ഇപ്പം ചേച്ചിക്ക് ഇപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമല്ല, എന്തോ ചെയ്യും? ഇപ്പൊ ഇത് വിടുവാ, അടുത്ത വീഡിയോ കാണുമോ? മനസ്സിലായി? കണ്ടിട്ട് ഇല്ലെങ്കിൽ ഒരു വട്ടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, കുറ്റം, ഇവര് ചെയ്യുന്ന മോശം, അവർക്ക് മോശം തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ കണ്ടോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ മുന്നറിയിപ്പ് തരും. അല്ല, ഇത് പറഞ്ഞിട്ട് മാറ്റിയില്ലെങ്കിൽ എല്ലാ വീഡിയോയിലും വരുമായിരുന്നു. പക്ഷെ അപ്പൊ ഇങ്ങനെ പറയണം, ഞങ്ങളിപ്പോ സ്വർഗത്തിലാണ്, ഇപ്പൊ നരകമൊന്നും കണ്ടില്ല, പ്രശ്നമില്ലല്ലോ. നമ്മളിപ്പോ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്, നരകം കൂടെ ഒന്ന് കാണാം, അല്ല ഉമ്മ? അത്ര പറയുന്നവരെ എല്ലാവരുടെയും വായി നമുക്ക് മൂടാൻ പറ്റത്തില്ലല്ലോ. അല്ല, പലരും പല രീതിയിലും പറയും. നെഗറ്റീവ്സ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും സോഷ്യൽ മീഡിയയിൽ. അത് ഫേസ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പറഞ്ഞപ്പോ കുറച്ച് മുമ്പ് പറയാനോട് ഫേസ്ബുക്ക് അമ്മാവന്മാരുടെ ഇടപാട്, അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള യൂത്തിനെ അപമാനിക്കുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. ഫേസ്ബുക്കിൽ ഞങ്ങള് നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്, കൂടുതൽ നെഗറ്റീവ്സ് വരുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്. കാരണം എന്തിട്ടാലും എന്ത് നല്ലത് ചെയ്താലും ഫേസ്ബുക്കില് നമുക്ക് നെഗറ്റീവ് വരും. അപ്പം ഫേസ്ബുക്കിനെ കുറ്റം പറയല്ല, എന്താണെന്ന് അറിയില്ല, നമുക്കറിയില്ല. പക്ഷെ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത്. പക്ഷെ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്ത്, യൂട്യൂബിലും പോസ്റ്റ് ചെയ്ത്, ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റയിൽ ഇപ്പൊ നമുക്ക് നെഗറ്റീവ് ഇല്ല, യൂട്യൂബിൽ 1-2 കമന്റ് അങ്ങനെ വരാം. ഫേസ്ബുക്കിൽ എടുത്തു നോക്കേ, മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ഒരു ബാലൻസ് ചെയ്ത് പോവണ്ടേ? അല്ല, മറ്റേത് വരുമെന്നുള്ള ഇപ്പൊ അങ്ങനെ നെഗറ്റീവ്സ് വരുന്നില്ല. മറ്റേ യൂട്യൂബിൽ വരുമായിരുന്നു, യൂട്യൂബിൽ ഇച്ചിരി കുറവാ. ഞങ്ങള് വെറുതെ വിട്ട ആൾക്കാര്, പറഞ്ഞിട്ടും കാര്യമില്ല. എവിടെയെങ്കിലും പോയി പൊളച്ചു പറഞ്ഞു വിട്ട്. അത് നേരാണ്. നമ്മള് ആദ്യമൊക്കെ നമുക്കാണേലുവേ ഇതെല്ലാത്തിന്റെ ഒരു എനിക്ക് എത്ര ഞാൻ പറഞ്ഞ ശരിയാണെന്ന് അറിയത്തില്ല, ഒരു സൈക്കോളജിയാണ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത മറ്റൊരാൾ ചെയ്യുമ്പോ, ഒരു നാളില്ലാണ്ട് ചെയ്യുമ്പോ എന്തുവാ ഇവള് കാണിക്കുന്നേ, മറ്റവരുടെ എന്തുവാ എന്നുള്ള ഒരു ഡയലോഗ്, എന്താ ഇവര് കാണിക്കുന്നേ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കണ്ടന്റും ആളുകളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത് പറയാറുണ്ട്. നിങ്ങളുടെ വീഡിയോസ് ആദ്യം കാണുമ്പോൾ നമുക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ കണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് ഇഷ്ടപ്പെടും. നടത്തയും എക്സ്പ്രഷനും മന്ദബുദ്ധിയെ പോലെയുള്ള ചിലർക്ക് ആദ്യം കാണുമ്പോഴത്തേക്ക് ദഹിക്കത്തില്ല.
പിന്നീട് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഒന്നും ഇല്ലെങ്കിലും എല്ലാരും ഓർക്കാം അജാസ് ഒരു മന്ദബുദ്ധി പെണ്ണിന് ജീവിതം കൊടുത്തു. നമ്മളെ കണ്ടന്റിന് വേണ്ടി മാത്രം അല്ല നമുക്കത് മനസ്സിലാവും. നമുക്കത് ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് നമുക്കത് മനസ്സിലാവും. ഞാൻ പറയാ ചെയ്ത് അങ്ങനെയും അയ്യോ അവൻ പാവപ്പെട്ട തങ്കക്കൂടം പോലത്തെ ഒരു പയ്യൻ, അവൻ അങ്ങനെ ഒരു പെണ്ണിനെയാണോ കിട്ടിയത്. ഇപ്പൊ തന്നെ വീട്ടിലെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞു കണ്ടന്റില്. നല്ല എല്ലാവർക്കും കണ്ടില്ലാത്ത നല്ല ക്ഷാമമുള്ള ടൈമാ ഇപ്പം. നമ്മളപ്പം ചെയ്യുന്ന എന്താ, ഇവിടെ ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങൾ ഇവിടെ അങ്ങനെ ആക്കിയിട്ട് ഇപ്പൊ അത് തന്നെ ഇപ്പൊ നമുക്ക് ഒരു ടൈം കഴിഞ്ഞു. ഇപ്പൊ നമ്മള് നോർമലിലോട്ട് വന്നു. ഇനി കുറച്ചാൾ ഇത് ഓടിച്ചിട്ട് വേണം വീണ്ടും മന്ദബുദ്ധി ആക്കാൻ. ഇപ്പൊ ഞങ്ങൾ ബാക്ക് ടു നോർമൽ ലൈഫാണ്. അല്ല അത് തന്നെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുകയാണ് കണ്ടന്റ്. അതിന് നമ്മള് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിനെ സ്പൈഡർമാൻ. നിങ്ങൾക്ക് എപ്പോഴാ ആഹാ കളിക്കാൻ പോയിട്ട് വന്നാ പെയിന്റ് ബ്രഷ് അപ്പൊ കുഞ്ഞിന് ഭയങ്കര വെയിലടിക്കും. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര എന്താ പറയാ ഐഡിയ വേണ്ട സ്ഥലമാണത്. മനസ്സിലായി? ഓരോ ചാനലുകാർ മത്സരിക്കുന്ന കണ്ടന്റിലാണ് അപ്പുറം ഇപ്പുറമുള്ള ചാനലുകാർ മത്സരിക്കുന്നത്. അവിടെയാണ് നമ്മൾ യൂട്യൂബേഴ്സും മത്സരിക്കുന്നത്. ഇപ്പൊ ഞാനാണല്ലോ എന്റെ ചാനലിൽ എന്തെങ്കിലും നിങ്ങളെ ഇന്റർവ്യൂ എടുക്കുന്നു, കണ്ടന്റ് ആണ്. നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളിട്ട ഞങ്ങൾക്ക് ഓടൂ എന്നുള്ള, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കുടുംബവിശേഷം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഉമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇടുന്നത്. ഇതാണ് കണ്ടന്റ്. അത് പക്ഷെ നമ്മളാണെങ്കിലും ഇന്റർവ്യൂ ചെയ്യുമ്പോ അയ്യോ അത് ശരിയായില്ല, നമ്മളെ ഡ്രസ്സിന്റെ ഒക്കെ അവിടെ ഇച്ചിരി നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടുകൂടെ. നിങ്ങൾ എങ്ങനെ നോക്കും? നമ്മള് വ്ളോഗ് എടുക്കുമ്പോ അതുപോലും നോക്കത്തില്ല. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എടുക്ക് ഫോൺ എടുക്കാൻ ടക്കുന്നതായിരിക്കും. ഇപ്പൊ എടുത്ത് ഫോൺ എടുത്ത് വെച്ചിട്ടായിരിക്കും അഭിനയിച്ചു അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുക. ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് എടുക്കത്തില്ല. ആ സമയത്തൊക്കെ ഫോണായിട്ട് ഇടുമ്പോഴത്തേക്കും ആറടി പറയാം ഷോൾ ഇട്ടിട്ട് കഴിഞ്ഞു. ഉമ്മ അടുക്കള എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുവായിരിക്കും. ഉമ്മ വാ സീനൊന്ന് അഭിനയിച്ചിട്ട് പൊക്കോന്ന് പറയുമ്പോ വരും. ഒറ്റട്ടേക്ക് നോക്കാൻ ഉമ്മ ചെറിയ അസൂയുണ്ട്. ഞാൻ അല്ല ഇതിന് കേക്കുന്നത് എനിക്കാ മനസ്സിലായില്ല. നീ ഉള്ള 10 ടേക്ക് എടുത്താലും അവസാനം അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് മതി ഉള്ള 10 ഏതെങ്കിലും നല്ലത് ചൂസ് ചെയ്ത്. അല്ല എടുക്കുന്ന എല്ലാ സീനും അല്ല അതങ്ങനെയല്ല, കുറച്ചുകൂടെ നല്ല കുറെ കൂടെ കിട്ടും. ഇക്ക ഉദ്ദേശിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് കിട്ടണം, അതുവരെ എടുക്കൂന്നുള്ള. ഞാൻ അപ്പൊ ചോദിക്കും, അവസാനം ചോദിക്കും കിട്ടിയാ ആമി അജാസിന്റെ എടുക്കും, അജാസ് ആമിയുടെ അങ്ങനെ എടുക്കണം. ഉമ്മയുടേതും എടുക്കും. നിങ്ങൾ 3 പേരുള്ള റീൽ ആരെടുക്കും? ട്രൈപോഡ് സെറ്റ് ചെയ്ത് വെക്കും അല്ലേ? ഓ ആ ഫുൾ ടൈം. ഓക്കെ. പിള്ളേര് വരും. എന്താണേലും നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. നിങ്ങളുടെ ലൈഫ് ഞാൻ പറഞ്ഞല്ലേ, നമ്മള് കാണുന്ന പോലെ ഒന്നും അല്ല എല്ലാവരും. അവർക്ക് യൂട്യൂബിലൊന്നും ഇവർക്ക് കുമിഞ്ഞുകൂടി വരുമാനം ഒന്നുമില്ല. അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അതിൽ എനിക്ക് ഞാൻ പറഞ്ഞ ഉമ്മയുടെയൊക്കെ സന്തോഷം അത്രയും വലുതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു എന്റർടൈൻമെന്റ് ഇതാ ഇപ്പൊ അല്ലെ? ശരിക്കും ഉമ്മയുടെ ഒക്കെ ഒരു ദിവസം കണ്ടന്റ് എടുത്തില്ല ഉമ്മയ്ക്ക് വിഷമാവും. ശരിക്കും ഉമ്മ പറയും ഞങ്ങൾ എടുക്കാൻ ഉമ്മ പറയും വീഡിയോ എടുക്കാൻ, വീഡിയോ എടുക്കുന്നില്ല മറ്റേ കൊച്ചിനെ സ്കൂളിൽ വിടുന്നില്ലേ, വീഡിയോ എടുക്കുന്നില്ലേ? അതാണ് അത് നിങ്ങളുടെ സന്തോഷമാണ്, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷമാണ്. അത് കാണുന്ന ഒരു ഞാൻ പറഞ്ഞില്ലേ, കാണുന്ന ഒരു 1000 പേര് കാണുന്നുള്ളതിൽ അതിലൊരു 900 പേര് സന്തോഷിക്കുന്നുണ്ട്. ബാക്കി 100 പേരെ നമുക്ക്. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഫാമിലി ആയിട്ട്. അത് തുടർന്നും പോട്ടെ. ഉമ്മ മിന്നിക്കണം, ഇനി ഒറ്റ ടേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇച്ചിരി പ്രശ്നങ്ങളാവുന്നുണ്ട്. അല്ല അത് എനിക്കൊരു ഇതാണല്ലേ, ഞാനപ്പോ മിക്കവാറും അഭിനയിക്കാൻ പഠിക്കാൻ പോകും തോന്നുന്നു കേട്ടോ. അഭിനയം പഠിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ എന്തോ പഠിക്കുന്നുണ്ടല്ലോ, കോസ്മെറ്റോളജി. ഓക്കെ. എന്താണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കും. നിങ്ങളോട് 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. നിങ്ങളെ വെയിലത്ത് കൊണ്ട് ഉണങ്ങി വെച്ചിട്ടുണ്ട്, ഇവരെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഹാപ്പി. താങ്ക് യു.